നല്ല കടികളാ. അപ്പൊ വാഗമണിത്തെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാട്ടുന്നത് ഗൈസ്. പനിയും ജലദോഷമൊക്കെ കണ്ട വീഡിയോ ഇത്തിരി ലേറ്റ് ആണ്. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിട്ടാ. അതാണ് നമ്മുടെ തെങ്കാശി പട്ടണത്തിന്റെ സുരേഷ് ഗോപി. അങ്ങനെ കാലത്ത് നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി നോക്കിട്ടാ ഫുഡ് അടി. ഗൈസ് സൗണ്ട് ഭയങ്കര ഷോക്കാന്ന് അറിയാം, ക്ഷമിക്കണം. കാലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂരിയും കുറുമകറി ആയിരുന്നുട്ടാ. അങ്ങനെ കാലത്തെ ഫുഡ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് തെങ്ങൽപ്പാറയിലേക്ക് ഉണ്ടാ. കാറ്റെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ വിഷയം കാറ്റ്. അവിടെ നിന്ന് പിന്നെ നമ്മൾ പോയത് ഈ സ്ഥലത്തേക്ക് ഉണ്ടായി. ഈ സ്ഥലത്തിന്റെ പേരെന്നിട്ടായിരുന്നു എന്നിട്ട് ശരി പൈൻ ഫോറസ്റ്റ് ആണ് തോന്നുന്നുണ്ടാ. അങ്ങനെ അവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മൊട്ടക്കുന്നിലേക്ക് ഉണ്ടാ. ഗൈസ് ഇവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ സ്ഥലത്തിന് എന്താ ഇങ്ങനെ മൊട്ടക്കുന്ന് പേര് വരാൻ കാരണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മലകളുടെ മൊട്ട പോലെ ഇനി നിൽക്കുന്നത്. അതെന്തായാലും ഒരു അടിപൊളി സ്ഥലമായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഗൈസ് ഇപ്പൊ തന്നെ ഒരു 4 മണി അവറായിട്ടാ. ഇനി നമുക്ക് നേരെ തൃശ്ശൂർ എത്തണം. ഗൈസ് അങ്ങനെ കൊള്ളാവുന്ന ഒരു ഹോട്ടലിൽ നിർത്തിയിട്ട് നല്ലൊരു ചൂട് ബിരിയാണി പറഞ്ഞിട്ടാ. ഒരു മിനിറ്റ് അതൊന്ന് തൊട്ടെ. ഗൈസ് ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. നമ്മുടെ അടുത്ത് ബിരിയാണി പോലെയല്ല, ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട്, എന്നാലും അടിപൊളി. അങ്ങനെ അവിടെ നിന്ന് തെറിച്ചിട്ട് നമ്മളൊരു 8 മണി 9 മണി നേരത്തെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടാ. ഗൈസ് എന്താന്ന് പറഞ്ഞോട്ടാ, കൊള്ളിയും ബോട്ടിങ് കഴിക്കാൻ ഒരു പൂതി മനസ്സിൽ തോന്നി. അപ്പത്തിനാണ് ഗൈസ് അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 10-11 ആകുമ്പോൾ വീട് എത്തിയിട്ടാ. അപ്പൊ നെക്സ്റ്റ് ഞാനൊരു ടാറ്റ കൊടുത്തിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുക. അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് ഞാൻ ഉടനെ വരും. അപ്പൊ ശരി, ബൈ.